കാരുണ്യവഴിയിൽ വനപാലകർ. മഴക്കാലത്തെ ദുരിതമകറ്റാൻ ഭക്ഷ്യക്കിറ്റുകളുമായി ആദിവാസി നഗറുകളിലേക്ക് വനപാലകർ എത്തി. അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകരാണ് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ചാലിയാർ പഞ്ചായത്തിലെ പന്തീരായിരം ഉൾവനത്തിലെ വെറ്റിലക്കൊല്ലി, അമ്പുമല, പാലക്കയം ആദിവാസി നഗറുകളിലേക്കും കല്ലുണ്ട ആദിവാസി നഗറുകളിലേക്കും ഭക്ഷ്യക്കിറ്റുകളുമായി എത്തിയത്. 16 ഭക്ഷ്യവിഭവങ്ങൾ അടങ്ങിയ 150 ഭക്ഷ്യക്കിറ്റുകളാണ് വിതരണം ചെയ്തത്. അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മോസിന്റെ നേതൃത്വത്തിലാണ് വനപാലകർ ആദിവാസി നഗറുകളിലെത്തി ഭക്ഷ്യക്കിറ്റുകൾ കൈമാറിയത്. ജീവകാരുണ്യ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങളാണ് വി കെ മോസിനും സംഘവും നടത്തിവരുന്നത്. മുൻവർഷങ്ങളിലും ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സഹായത്തോടെ ഭക്ഷ്യക്കിറ്റുകളും ഓണക്കോടികളും വീടുകളിലേക്ക് ആവശ്യമായ പാത്രങ്ങൾ ഉൾപ്പെടെ നൽകിയിരുന്നു. ഇപ്രാവശ്യം തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തടാകം ഫൌണ്ടേഷനുമായി സഹകരിച്ചാണ് ഭക്ഷ്യക്കിറ്റുകൾ നൽകിയത്. 1000 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ അടങ്ങിയ കിറ്റുകളാണ് ഓരോ കുടുംബങ്ങൾക്കും നൽകിയത്. തങ്ങളുടെ ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം കൂടി ചേർത്താണ് ഈ വനപാലകരുടെ കാരുണ്യ പ്രവൃത്തി. നമ്മുടെ ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിൽ വരുന്ന 3 ആദിവാസി ഊരുകളിലേക്ക് 150 ഭക്ഷണ കിറ്റുകൾ ഈ ഒരു മഴക്കാലത്ത് അവർ ഏറ്റവും ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഇത്രയും വലിയ അവരെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഭക്ഷണ കിറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ എല്ലാ വർഷവും ഇത്തരത്തിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറും നമ്മുടെ അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ സ്റ്റാഫുകളും അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ഇതേപോലെ ഇന്ന് തടാകം ഫൗണ്ടേഷൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സഹായം കിട്ടിയ പോലെ തന്നെ മറ്റുള്ള മേഖലയിൽ സഹായം കിട്ടാറുണ്ട്. ഇത് നല്ലൊരു രീതിയിലുള്ള ഒരു സഹായമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് സന്മനസ് കാണിച്ച മൊത്തം ടീമിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നന്ദി അറിയിക്കുക. ഡെപ്യൂട്ടി റേഞ്ചർ വി കെ മുഹസിൻ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി എം ശ്രീജിത്ത്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ കെ പി അനിൽകുമാർ, പി എ മുഹമ്മദ് അസ്ലം, എ സന്തോഷ്, കെ ഷിജിന, കെ ടി അബീന, എം ജെ മനു, വോച്ചർ യാസർ, ഡ്രൈവർ പി ടി മുനീർ, തടാകം ഫൌണ്ടേഷൻ പ്രതിനിധികളായ സലാം, മുഹമ്മദ് കുട്ടി എന്നിവരും പങ്കാളികളായി. സഹജീവികൾക്ക് അവരുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് സഹായവുമായി എത്തുന്ന അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകർക്ക് പിന്തുണയുമായി നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഡിഎഫ്ഒ ധനേഷ് കുമാറും എസിഎഫ് അനിഷ സിദ്ദീഖും എടവണ്ണ റേഞ്ച് ഓഫീസർ വി സലീമും ഒപ്പമുണ്ട്. ഈസ്റ്റ് ലൈഫ്, നിലമ്പൂർ.